കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിത്രയുടെയും ഗിരിയുടെയും വിവാഹത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിരുന്നു. തൻ്റെ ഒരേ ഒരു കൂട്ടുകാരിയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ത്രില്ലിലായിരുന്നു സേറ. അവൾ ക്രിസ്റ്റിയെയും കൂട്ടിക്കൊണ്ടുപോയി മിത്രയുടെ വിവാഹത്തിന് ഉടുക്കാൻ വേണ്ടി ഒരു കരിമ്പച്ച കളർ സാരി എടുത്തു. അതേ കളർ ഷർട്ടും മുണ്ടും അവനെ കൊണ്ടും അവളെ എടുപ്പിച്ചു. ഇനിയൊരാഗ്രഹം കൂടിയുണ്ട്. പക്ഷെ ആ ആഗ്രഹത്തിന് ക്രിസ്റ്റി ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. എങ്കിലും അവനെ സോപ്പിട്ട് മയക്കി അവൻ്റെ അനുവാദം വാങ്ങിച്ചെടുക്കാൻ പോവുകയാണ് സേറ. ബദേൽ ഫാമിലിയിലെ ഓഫീസ് ഇപ്പോൾ സേറയുടെ പപ്പയും അവനും സേറയും കൂടിയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റി. സേറ കാര്യം എങ്ങനെ അവതരിപ്പിക്കുമെന്നറിയാതെ അവരുടെ മുറിയുടെ വാതിൽക്കൽ വന്ന് അവൻ ഒരുങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്. കണ്ണാടിയിൽ കൂടി അവൾ പുറകിൽ വന്ന് നിൽക്കുന്നത് കണ്ട ക്രിസ്റ്റി സംശയത്തോടെ അവളെ നോക്കി. എന്താ സേറ, നിനക്കൊരു വശപിശക്ക്? എന്തെങ്കിലും ഒപ്പിച്ചിട്ടുള്ള നിപ്പാണോ ഇത്? അവൻ സംശയത്തോടെ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്താ ഇച്ചായ അങ്ങനെ ചോദിച്ചേ? അത് കേട്ടതും അവളൊന്ന് വിരണ്ടു. അല്ല, പതിവില്ലാത്ത ഒരു പരവേശവും വെപ്രാളമൊക്കെ കാണാനുണ്ട് നിന്റെ മുഖത്ത്, അതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ. അവനും തിരികെ പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ നോക്കി എളിച്ചു കാണിച്ചു. പിന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ മുൻപിലേക്ക് വന്നു നിന്നു. പിന്നെ അവൻ്റെ ഷർട്ടിൻ്റെ സ്ലീവൊക്കെ മടക്കി വെച്ചു കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ ഞാൻ ചെയ്തോളാം. അത് കണ്ട് ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അതെന്താ, ഞാൻ ചെയ്താൽ പറ്റില്ലേ? അവൾ തിരികെ അവനെ കൂർപ്പിച്ചു നോക്കി. അയ്യോ, ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ പതിവില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞതാ. അവൻ തിരികെ ചിരിയോടെ അവളെ കളിയാക്കി. ഇച്ചാൻ എന്തേ പറഞ്ഞു വരുന്നേ? എന്തോ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഞാനിതൊക്കെ ചെയ്തു തരുന്നു എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ചു. അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നീ സാധാരണ ഇതൊന്നും എനിക്ക് ചെയ്തു തരാറില്ല. ചെയ്യാത്ത കാര്യങ്ങളൊന്നും പുതുതായിട്ട് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവനും തിരികെ ചിരിയോടെ പറഞ്ഞു. താൻ അവനെ സോപ്പിടുകയാണെന്ന് അവന് നന്നായിട്ട് മനസ്സിലായെന്ന് അവൾക്ക് തോന്നി. ഇനി കൂടുതൽ സോപ്പിടാൻ നിൽക്കാതെ കാര്യം അവതരിപ്പിക്കുന്നതാണ് ശരിയെന്ന് അവൾക്ക് മനസ്സിലായി. നീ പറയാൻ വന്ന കാര്യം പറ. അവൾ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഇച്ചായ, എന്നോട് ദേഷ്യപ്പെടുവോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ആദ്യം നീ കാര്യം എന്താണെന്ന് പറ, പിന്നെയല്ലേ ദേഷ്യപ്പെടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അവനും തിരികെ അവളോട് പറഞ്ഞു. അത് പിന്നെ മിത്രയുടെ കല്യാണമൊക്കെ അല്ലേ ഇച്ചായ? അവൾ അവൻ്റെ ബട്ടൺസിൽ ചൂണ്ടുവിരൽ കൊണ്ട് കളം വരച്ചു. ആ ബട്ടൺസ് അവിടെ ഇരിക്കട്ടെ, പറയാൻ വന്ന കാര്യം പറ. മിത്രയുടെ കല്യാണം ആയതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം, അതാണോ? അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. അതിപ്പോൾ അവളുടെ കല്യാണം ആയതുകൊണ്ട് നമ്മൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുമല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അതല്ല ഇച്ചായ, മിത്ര എൻ്റെ ഒരേ ഒരു സുഹൃത്തല്ലേ? അവൾ വീണ്ടും അവനോട് മുഖവരി ഇട്ടു. അതിപ്പോൾ എനിക്കറിയാവുന്ന കാര്യമല്ല സെറ. മിത്ര നിൻ്റെ ഒരേ ഒരു സുഹൃത്താ. ഗിരി എൻ്റെ ഒരേ ഒരു സുഹൃത്താണ്. അവനും വീണ്ടും അവളെ നോക്കി പറഞ്ഞു. ഹോ, അതൊന്നും അല്ല ഇച്ചായ. അവൾ ചുണ്ടുകൾ ചുളുക്കി. പിന്നെ എന്താണെന്ന് നീ പറ. ഇത് സമയമായി, എനിക്ക് ഓഫീസിൽ പോകണം. അങ്കിളിപ്പോൾ ഇറങ്ങിക്കാണും. നീ ഇന്ന് വരുന്നില്ലല്ലോ. മിത്രയുടെ കൂടെ പുറത്തു പോവല്ലേ? അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എന്താ, പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പണം വേണോ? അവൾ താങ്ങി താങ്ങി നിൽക്കുന്നത് കണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അതൊന്നും അല്ല. അവൾ അവനെ നോക്കി പറഞ്ഞു. പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് പറ സേറ. എന്താണെങ്കിലും ഞാൻ വഴക്ക് പറയാൻ പോകുന്ന കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ വീണ്ടും അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ലാതെ നീ ഇങ്ങനെ വന്ന് നിൽക്കില്ല. നീ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം അത് ഞാൻ വഴക്ക് പറയുന്ന കാര്യമാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ഇനി അതെന്താണെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. അവൻ തിരികെ അവളോട് പറഞ്ഞു. അത് സാരി ഉടുക്കുമ്പോൾ ഞാൻ മുടി അഴിച്ചിട്ടാലോ എന്ന് ആലോചിക്കുന്നത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ നോക്കി. ഇന്ന് നീ സാരി ഉടുത്തോണ്ടാണോ പുറത്തു പോന്നേ? അത് കേട്ട് അവൻ തിരികെ ചോദിച്ചു. ഇന്നത് കാര്യമല്ല പറഞ്ഞത്. മിത്രയുടെ കല്യാണത്തിന് സാരി ഉടുക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞു. അതിനെന്താ, നീ മുടി അഴിച്ചിട്ടോ? അല്ലെങ്കിൽ തന്നെ നിനക്ക് മുടി അഴിച്ചിടുന്നത് തന്നെയാണ് നല്ലത്. അവനും അവളോട് പറഞ്ഞു. അതല്ല ഇച്ചായ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ സാരി ഉടുക്കുമ്പോൾ മുടി അഴിച്ചിടണമല്ലോ. എൻ്റെ മുടിയാണെങ്കിൽ ചുരുണ്ടും കിടക്കുക. അവൾ അത്രയും പറഞ്ഞതും അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായി. അതിനിപ്പോൾ എന്തോ വേണമെന്നാ പറയുന്നേ? അവൻ സംശയത്തോട് ചോദിച്ചു. അവൻ്റെ ആ ശബ്ദത്തിൻ്റെ കഠിനത കണ്ടതും താൻ എന്താണിപ്പോൾ അവനോട് ചോദിക്കാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായെന്ന് അവൾക്കും തോന്നി. അതിച്ചായ, ഞാൻ വിചാരിക്കുന്നത് മുടി കുറച്ച് വെട്ടിയിട്ട് സ്മൂത്ത് ചെയ്യാന്നാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. തുമ്പ് വെട്ടാനാണോ? അവൻ വീണ്ടും ചോദിച്ചു. അല്ല, സ്റ്റെപ്പ് കട്ട് വെട്ടിയിടാൻ. അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. വേണ്ട, മുടി വെട്ടിയിട്ടുള്ള ഒരു ഒരുക്കവും വേണ്ട. അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് തല ചെയ്യാൻ തുടങ്ങി. എന്താ വെച്ചായ, പ്ലീസ്, കുറച്ച് മാത്രമേ ഞാൻ വെട്ടുള്ളൂ. ഇതുവരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. പ്ലീസ് പ്ലീസ് സമ്മതിക്കിച്ചായ. അവൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു.
സേറ, നീ പറയുന്ന എല്ലാ കാര്യവും ഞാൻ അനുസരിക്കാറുണ്ട്. എല്ലാ കാര്യവും ഒരു മുടക്കവും പറയാതെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാറുമുണ്ട്. പക്ഷേ ഇത് മാത്രം എനിക്ക് ഇഷ്ടമല്ല സേറ. എനിക്ക് നിന്റെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ചുരുണ്ട മുടിയാ. അത് വെട്ടുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. പ്ലീസ് ഇച്ചായ, ഞാൻ കുറച്ചേ വെട്ടുള്ളൂ. അങ്ങനെ വെട്ടി സ്മൂത്തൊക്കെ ചെയ്തിട്ടാലേ അന്ന് കാണാൻ ഭംഗി കാണുള്ളൂ. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിൽ കുറഞ്ഞിട്ടുള്ള ഭംഗിയൊക്കെ മതി നിനക്ക്. നീ ഇനി വേറെ ആരെയും കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. അവൻ വീണ്ടും അവളോട് പറഞ്ഞതും അവളുടെ മുഖത്ത് സങ്കടമായി. ഇച്ചായന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ശരി, വെട്ടിക്കോ. കുറച്ച് മാത്രമേ വെട്ടാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നീ വെട്ടിയാൽ എൻ്റെ സ്വഭാവം മാറും. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നീ മുടി വെട്ടുന്നത്. എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ സാരമില്ല, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. കൂട്ടുകാരിയുടെ കല്യാണത്തിന് ഒരുങ്ങാനല്ലേ, വെട്ടിക്കോ. അവൻ പറഞ്ഞതും അവൾക്ക് സന്തോഷമായി. അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. താങ്ക് യു ചായ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിലൊന്ന് മുത്തി. സോപ്പൊന്നും വേണ്ട, കുറച്ച് മാത്രമേ വെട്ടാവൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവൻ വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടി. എങ്കിൽ പോയി ഒരുങ്ങിക്കോ, ഓഫീസിലേക്ക് പോകുമ്പോൾ മിത്രയുടെ വീട്ടിലേക്ക് ഇറക്കാം. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ഒരുങ്ങാൻ പോയി. അവനും ചിരിയോടെ അത് നോക്കി നിന്നു. ക്രിസ്റ്റി അവളെ മിത്രയുടെ വീട്ടിലാക്കിയിട്ടാണ് ഓഫീസിൽ പോയത്. എന്താടി, സമ്മതിച്ചോ? സേറയെ കണ്ടതും മിത്ര സംശയത്തോടെ അവളോട് ചോദിച്ചു. ഹോ, അവസാനം സമ്മതിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇനി മൈൻഡ് മാറി വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് പോകാം. നീ ആ ബ്യൂട്ടി പാർലറിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടിട്ടില്ലേ? സേറ സംശയത്തോടെ മിത്രയെ നോക്കി. ഉവ്, എനിക്ക് ബ്രൈഡൽ ഫേഷ്യൽ അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിത്ര പറഞ്ഞതും അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് തിരിച്ചു. ബ്രൈഡൽ ഫേഷ്യലൊക്കെ ചെയ്ത് ഇറങ്ങിയതാണ് മിത്ര. മിത്രയ്ക്കാണെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് ആദ്യം മിത്രയായിരുന്നു അകത്തേക്ക് കയറ്റിയിരുന്നത്. മിത്രേ. ബ്യൂട്ടി പാർലറിൽ സെറ്റ് ചെയ്ത സെറ്റിയിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് സേറ വിളിച്ചതും മിത്ര ഫോണിൽ നിന്നും തലയുയർത്തി നോക്കിയ മിത്ര സേറയെ കണ്ടതും ഞെട്ടിപ്പോയി. സേറ? മിത്ര സംശയത്തോടെ വിളിച്ചു. അതേടി, സേറ തന്നെ. സേറ വിഷമത്തോടെ അവളെ നോക്കി പറഞ്ഞു. അവളുടെ മുടി സ്റ്റെപ്പ് കട്ട് പറഞ്ഞിട്ട് തോള് വരെ മാത്രമേ മുടി ഉണ്ടായിരുന്നുള്ളൂ. ചുരുണ്ട മുടി സ്മൂത്തും കൂടി ചെയ്തിട്ടപ്പോൾ അത് അവൾക്ക് ഒട്ടും ചേരുന്നില്ലായിരുന്നു. ഇതെന്താടി, നിന്റെ മുടിയൊക്കെ എവിടെ പോയി? മിത്ര സംശയത്തോടെ അവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഈ ഒരു അബദ്ധം പറ്റിപ്പോയി. അവൾ മിത്രയുടെ മുഖത്തേക്ക് നോക്കി തിരികെ പറഞ്ഞു. ഇടി, ഇതാണ് അബദ്ധം. ഈ മുടി ഫുള്ള് വെട്ടാൻ നിന്നോട് ആരാ പറഞ്ഞേ? ദൈവമേ, ഇന്ന് ക്രിസ്റ്റി ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. നീ പറഞ്ഞിട്ടാണോ അവരിങ്ങനെയൊക്കെ വെട്ടിയത്? ഇത്ര സംശയത്തോടെ അവളെ നോക്കി. ഇടി, ഞാൻ അവരോട് ഇങ്ങനെ വെട്ടാനല്ല പറഞ്ഞത്. കുറച്ച് മാത്രം വെട്ടിയിട്ട് ബാക്കി സ്മൂത്ത് ചെയ്തിടാൻ അവരോട് പറഞ്ഞേ. പക്ഷെ അവർ പറയുക അവർക്ക് അബദ്ധം പറ്റിപ്പോയെന്ന്. പൈസ കൊടുക്കണ്ടെന്നും പറഞ്ഞു. സേറ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പൈസ കൊടുക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഈ മുടിയായിട്ട് നീ എങ്ങനെ വീട്ടിൽ കയറി ചെല്ലും? ചേട്ടൻ്റെ കാല് പിടിച്ചിട്ട് ആ മുടി വെട്ടി സ്മൂത്ത് ചെയ്തോളാം ചേട്ടൻ പറഞ്ഞത്. എന്നിട്ട് തന്നെ എത്ര വട്ടം ചേട്ടൻ പറഞ്ഞു ഒരുപാട് വെട്ടല്ലേ എന്ന്. ഇത് കണ്ട എന്തായാലും ചേട്ടൻ നിനക്ക് ഒരെണ്ണം തരും, എനിക്ക് ഉറപ്പാ. ദൈവമേ, ഇവിടെ വന്ന് ചേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. മിത്ര ആരോടൊന്നില്ലാതെ പറഞ്ഞു. അത് കേട്ട് സേറയ്ക്കും പേടി തോന്നി. ശരിയാ, ദേഷ്യം വന്നാൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇച്ചാന് ഇഷ്ടമില്ലാത്ത കാര്യം എൻ്റെ മുടി വെട്ടുന്നത്. അവൾക്കും വല്ലാത്ത പേടി തോന്നിയിരുന്നു. മാം, സോറി, ആള് നേപ്പാളിയായിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വന്നതാ. അവിടുത്തെ റിസപ്ഷനിലിരുന്ന പെണ്ണ് സേറയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ നോക്കി ദയനീയമായി പറഞ്ഞു. ഇനി എന്നോട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ചേച്ചി? എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് എത്ര പിടിച്ചിട്ടാണെന്നറിയോ ഇച്ചായ മുടി വെട്ടാൻ സമ്മതിച്ചത്? ഈ കോലത്തിൽ ഞാനിനി എങ്ങനെയാണ് വീട്ടിൽ ചെന്ന് കയറുന്നേ? മിക്കവാറും ഇച്ചാനെന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് അതാ ഇപ്പോൾ പേടി. അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവരും വല്ലാതെയായി. സോറി മാം, അവർ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. മിത്ര, വാ പോകാം. ഇനി എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി വാങ്ങാം. അതും പറഞ്ഞ് സേറ ഇറങ്ങി. മിത്രയും പേയ്മെൻറ്റ് ചെയ്തിട്ട് അവളുടെ കൂടെ ഇറങ്ങിയിരുന്നു.